മുൻ ഭർത്താവിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. ഒരു യൂട്യൂബ് ചാനലിനു നൽകിയ അഭിമുഖത്തിലായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ തുറന്നുപറച്ചിൽ. ഭർത്താവിനെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഭാര്യയായിരുന്നു മുൻപുള്ള താനെന്നും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന് പറയുന്നത് പോലെ സാഹചര്യങ്ങൾ കൊണ്ടാണ് താൻ ഇന്നത്തെ രീതിയിലായതെന്നും അവർ വ്യക്തമാക്കി. അന്തരിച്ച നടൻ തിലകന് ഷേക്ക് ഹാൻഡ് നൽകിയതിന്റെ പേരിൽ മുൻ ഭർത്താവ് തന്നെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു. പുരുഷന്മാർക്ക് എന്തിനാണ് കൈ കൊടുക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. ഒടുവിൽ സഹികെട്ട് ഒരിക്കൽ താനും തിരിച്ചടിച്ചു. അതോടെ ആ മർദ്ദനം അവസാനിക്കുകയായിരുന്നു. അന്ന് മകൻ വളരെ ചെറുതാണ്. സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലിയായിരുന്നു വീട്ടിൽ സ്ഥിരമായി വഴക്കുണ്ടാക്കിയിരുന്നത്. അന്ന് ഡബ്ബിങ്ങിലൂടെ കിട്ടുന്ന പണം മുഴുവൻ ഭർത്താവിനായിരുന്നു നൽകിയിരുന്നത്. 75,000 രൂപയോ 1,00,000 രൂപയോ ഒക്കെ ലഭിക്കുമ്പോൾ അതിൽ നിന്ന് 350 രൂപയോ 1,500 രൂപയോ കുറവുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അദ്ദേഹം വലിയ വഴക്കുണ്ടാക്കുമായിരുന്നു. സാരിയോ മറ്റോ വാങ്ങിയതിനാണ് പണം കുറഞ്ഞതെന്ന് പറഞ്ഞാൽ വല്ലാതെ ദേഷ്യപ്പെടും. വർഷത്തിൽ 2 സാരി മാത്രമേ എടുക്കാവൂ എന്ന് അദ്ദേഹത്തിന് കണക്കുണ്ടായിരുന്നു. അതൊക്കെ അക്ഷരം പ്രതി അനുസരിച്ചിരുന്ന ഭാര്യയായിരുന്നു താനെന്നും ഭാഗ്യലക്ഷ്മി ഓർത്തെടുക്കുന്നു. നമ്മൾ തന്നെയാണ് ഒരാളെ വഷളാക്കുന്നതെന്നും അവർ പറയുന്നു. പണ്ട് താൻ അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരി അല്ലായിരുന്നെന്നും എന്നാൽ വല്ലാതെ വേദനിപ്പിച്ചാൽ താൻ പ്രതികരിക്കുമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ഓരോ സ്ത്രീയുടെ ഉള്ളിലും ഒരു ഭദ്രകാളിയുണ്ട്, അത് പുറത്തെടുപ്പിക്കരുത് എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ഒരിക്കൽ പണത്തിന്റെ പേരിൽ വഴക്കിടുന്നതിനിടെ കുളിമുറിയിലായിരുന്ന മകൻ തോർത്ത് വേണമെന്ന് പറഞ്ഞ് ഒച്ചയുണ്ടാക്കി. ഇതിൽ പ്രകോപിതനായ ഭർത്താവ് കുഞ്ഞിനെ എടുത്ത് ഒറ്റയേറെറിഞ്ഞു. അയ്യോ എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് താൻ അവനെ എടുത്തു. അതോടെ നിയന്ത്രണം വിട്ട താൻ തിരിച്ചടിച്ചു. കുഞ്ഞിനെ തൊട്ടാൽ വെറുതെയിരിക്കില്ലെന്ന് അന്ന് താൻ ഭർത്താവിന് താക്കീത് നൽകിയതായും അവർ പറഞ്ഞു. ഇന്നത്തെ ഭാഗ്യലക്ഷ്മിയായിരുന്നില്ല അന്നത്തെ താനെന്നും എല്ലാവരും കൂടിയാണ് തന്നെ ഇങ്ങനെയാക്കി മാറ്റിയതെന്നും ഭാഗ്യലക്ഷ്മി അഭിമുഖത്തിൽ പറഞ്ഞു.